ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു പിക്കപ്പ് ആൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി തന്നെയാണോ നിങ്ങളുടെ ജീവിത പങ്കാളി? ഓക്കെ, ആ വ്യക്തി തന്നെയാണോ നിങ്ങൾ ഈ ജന്മം വിവാഹം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ തമ്മിലിൽ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ 3 കാർഡുകളുണ്ട്. ഇത് ഗ്രൂപ്പ് 1-ൻ്റേത്, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഇതിലേതെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പ് ചൂസ് ചെയ്യാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ എപ്പോഴത്തെയും പോലെ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജുകൾ കേൾക്കുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതവുമായി കണക്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക. ആവർത്തിച്ച് വരുന്ന മെസ്സേജസും പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1-ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഈ നിമിഷം ഈ വീഡിയോ ഇവിടെ പോസ് ചെയ്യുക. ഈ ഒന്നില്ലെങ്കിൽ കാർഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ചിത്രങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1. അപ്പോൾ ഇതാണ് ഞാൻ ഈ യെസ് ഓർ നോ കാർഡാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി തന്നെയാണോ നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങൾ ഈ ജന്മം വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. യെസ് അല്ലെങ്കിൽ നോ ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതിന് ശേഷമാണ് നമ്മൾ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 1-ൻ്റെ മനസ്സിലുള്ള വ്യക്തി തന്നെയാണോ അവരുടെ ജീവിത പങ്കാളി? അല്ല. ഓക്കെ, ആ വ്യക്തി നിങ്ങൾക്കൊട്ടും നല്ലതും അല്ല. അത് എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു വളരെ ദോഷമുള്ള ഒരു എന്താ പറയണ്ടേ വ്യക്തി അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ദോഷമാണ്. അത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കും കേട്ടോ. അവർ വളരെ ടോക്സിക് ആണെന്ന് കാണുന്നു. നിങ്ങൾക്ക് വളരെ ടോക്സിക് ആണ്. നിങ്ങൾക്കൊരു അൺഹെൽതി കണക്ഷനാണ് ഈ ഒരു വ്യക്തി. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയല്ല നിങ്ങളുടെ ജീവിത പങ്കാളി. അപ്പോൾ ആരാണ് നിങ്ങളുടെ ജീവിത പങ്കാളി എന്ന് നമുക്ക് നോക്കാം. ആരാണ് ഗ്രൂപ്പ് 1-ൻ്റെ ജീവിത പങ്കാളി? ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടുള്ള കളക്റ്റീവ് ഈ ജന്മം വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തി ആരാണ്? അവരുടെ ഒരു ട്രൈറ്റ്സ് എന്തൊക്കെയാണ്? എന്തായാലും അവരുടെ മനസ്സിലുള്ള വ്യക്തിയല്ല എന്ന് പറഞ്ഞു. വളരെ ക്ഷമയുള്ള ഒരു വ്യക്തിയാണ് എന്ന് കാണുന്നു. ഓക്കെ, അങ്ങനെ പെട്ടെന്ന് ടെൻസ്ഡ് ആവാതെ ക്ഷമയോടെ, ഇപ്പോൾ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അത്രയും ടെൻഷനൊന്നും ആകാതെ വളരെ ക്ഷമയോടുകൂടെ കാര്യങ്ങൾ നോക്കി അറിഞ്ഞ് ഒരു തീരുമാനമൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ടെൻഷനുള്ള സിറ്റുവേഷൻ വരുമ്പോഴേക്കും എല്ലാവരോടും ദേഷ്യപ്പെടുക, എല്ലാവരെയും എന്താ പറയുക, ബാക്കി എല്ലാവരുടെ മേത്തും അതിൻ്റെ പഴിചാരി, അങ്ങനത്തെ ഒന്നൊരു ക്യാരക്ടറുള്ള വ്യക്തിയെ അല്ല നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. ഓക്കെ, അവർ വളരെ ഒരു സ്റ്റേബിൾ സെക്യൂറാണ്. അവർ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അവരതിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിരിക്കും. ഓക്കെ, നിങ്ങളുമായിട്ടുള്ള വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അവരതിൽ കംപ്ലീറ്റ്ലി ഫെയ്ത്ത്ഫുൾ ആയിരിക്കും. അവർക്ക് അത് തന്നെയാണ് ടോപ്പ് പ്രയോറിറ്റിയും ആയിരിക്കാം. അവർ ഈ ഒരു കണക്ഷനിൽ മുഴുവനായിട്ടും ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഉള്ള ഒരു വ്യക്തിയായിരിക്കുമെന്ന് കാണുന്നു. ഓക്കെ, പിന്നെ അതുമാത്രമല്ല വളരെ കഠിനാധ്വാനിയാണെന്ന് കാണുന്നുണ്ട്. ഏതൊരു കാര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുമ്പോഴും അതിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആത്മാർത്ഥതയോടുകൂടെ പണി ചെയ്യുന്ന, ആത്മാർത്ഥതയോടുകൂടെ അതിന് എഫേർട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള നിങ്ങളുടെ വിവാഹ ജീവിതത്തിലാണെങ്കിലും ഏതൊരു കാര്യത്തിലും അവരെ വളരെ ആത്മാർത്ഥമായിട്ടാണ് എല്ലാത്തിനെയും സമീപിക്കുക എന്ന് കാണുന്നുണ്ട്. അത് വളരെ നല്ലൊരു സൗഹൃദമുള്ള ഒരു വ്യക്തിയാണ്. ഒരു ഫ്രണ്ട്ലി എനർജിയാണ് അവർക്കുള്ളത്. എല്ലാവരോടും വളരെ ഒരു കെയറിങ്ങും ഒക്കെയുള്ള ഒരു വ്യക്തിയാണ്. അവരുടെ ഒരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ പോലും ഏറ്റെടുത്ത് ചെയ്യാനൊരു പ്രവണത അവർക്കുണ്ടാവും. പ്രത്യേകിച്ച് അവരുടെ സുഹൃത്തുക്കളുടെ കാര്യങ്ങളിൽ. ഓക്കെ, ചിലപ്പോൾ ചില സുഹൃത്തുക്കൾ അവരെ യൂസ് ചെയ്യാനും സാധ്യതയുണ്ട്, ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. അതൊന്നും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സുഹൃത്ത് ചെയ്യേണ്ട കാര്യമായിരിക്കും. അപ്പോൾ അനാവശ്യമായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്ത് അവരുടെ ഉത്തരവാദിത്തം തലയിലേറ്റി പിന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടക്കുക, അങ്ങനത്തെ ഒരു ടെൻഡൻസി ചിലപ്പോൾ അവർക്ക് ഉണ്ടാവാം കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. ഫ്രണ്ട്ഷിപ്പൊക്കെ വേണം, നല്ലതാണ്. പക്ഷേ നമുക്ക് ദോഷമുണ്ടാക്കുന്ന ഫ്രണ്ട്ഷിപ്പൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പിന്നെ കാണുന്ന ഒരു വ്യക്തി, അവർക്ക് യാത്രകൾ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെന്ന് കാണുന്നു. കാണാൻ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും അവരൊക്കെ. അവർക്ക് വളരെ ആകർഷണത്വമുള്ള ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കും എന്ന് കാണുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ, ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളുമായിട്ട് ഒരു വിവാഹ ജീവിതത്തിൽ അവർ ഏറ്റവും എക്സ്പെക്ട് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നതും നിങ്ങളുമായിട്ടൊരു നല്ല സമയം, ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരുപാട് പരസ്പരം സംസാരിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ അവരോട് എന്തെങ്കിലും പറയാനോ അവരെന്തെങ്കിലും അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല മാർഗം എന്നുകൂടെ കാണുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് സംതൃപ്തി തരുന്ന ഒരു വിവാഹ ജീവിതം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഗ്രൂപ്പ് 1 എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
ഗ്രൂപ്പ് 1 ആദ്യമേ പറയുന്നുണ്ട്, ഒരു നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളത് തന്നെ നിങ്ങൾക്ക് അത്രയും സംതൃപ്തി തരുന്ന ഒരു വിവാഹ ജീവിതമാണ്. ഓക്കെ, ആ ഒരു വിവാഹ ജീവിതത്തിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം. പ്രത്യേകിച്ച് വിവാഹത്തിന് ശേഷം ആ വിവാഹ ജീവിതത്തിനാണ് നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വിവാഹത്തോടു കൂടെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റത്തെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനൊക്കെ അംഗീകരിക്കണം, അതിനൊക്കെ ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, എനിക്കിങ്ങനെ പറ്റില്ല, എനിക്ക് അങ്ങനെ പറ്റില്ല എന്ന് പറയരുത്. കാരണം ഒരു വിവാഹം കഴിക്കാൻ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വേറൊരു വ്യക്തിയും കൂടെ വരികയാണ്, അല്ലേ? ആ ജീവിതം പങ്കിടാൻ ഒരാളും കൂടെ വരികയാണ്. അപ്പോൾ ആ വ്യക്തിയെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളും തീരുമാനങ്ങൾ എടുക്കാൻ. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സ്വന്തമായൊരു സ്വപ്നമുണ്ട്, നിങ്ങൾക്ക് ഒരു ജോലി നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അത് നിങ്ങളുടെ ഒരു ലക്ഷ്യമുണ്ട് എങ്കിൽ അത് നിങ്ങൾ സിംഗിൾ ആയിരിക്കുമ്പോൾ തന്നെ നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന് ശേഷം വിവാഹത്തെപ്പറ്റി ചിന്തിക്കുക. കാരണം ചിലപ്പോൾ വിവാഹത്തിന് ശേഷം നേടിയെടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഈ കൂടെയുള്ള വ്യക്തിയെയും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ അതൊരു സാധ്യമല്ലാത്ത ഒരു കാര്യമായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് പറയുന്നു. പിന്നെ പൊസസീവ്നെസ് അത് വേണ്ട എന്ന് പറയുന്നുണ്ട്. അതുപോലെ നെഗറ്റീവ് തോട്ട്സ്. ഓക്കെ, അവരങ്ങനെയാണോ വിചാരിക്കേണ്ടത്, ഓരോ ചെറിയ കാര്യത്തിനും എന്നെക്കുറിച്ച് ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്, അങ്ങനെയാണ് ചിന്തിക്കുന്നത്, കാട് കയറി ചിന്തിക്കുന്ന ഒരു പ്രവണതയുണ്ടല്ലോ, അത് വേണ്ട എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്ത് ക്ലാരിറ്റി വേണമെങ്കിലും ആ വ്യക്തിയോട് തുറന്ന് ചോദിക്കൂ, അവരത് തുറന്ന് നിങ്ങളോട് പറയുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല പൊസസീവ്നെസ്. ഓക്കെ, പൊസസീവ്നെസ് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അത് റിലേഷൻഷിപ്പിൽ തന്നെ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളോട് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അടക്കും ചിട്ടയും കൊണ്ടുവരണം. അത് ഇപ്പോൾ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുന്നേൽക്കുന്ന ഒരു സമയം, എക്സസൈസ് ചെയ്യുന്നതിനൊരു സമയം, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് കൃത്യമായിട്ട് സമയം വെച്ച് ആ സമയം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു അടക്കും ചിട്ടയും നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടതാണെന്ന് പറയുന്നു. പിന്നെ നിങ്ങളോട് എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി, ഓക്കെ, ആ സ്പിരിച്വാലിറ്റിയിൽ കുറച്ചുകൂടി ഇൻവോൾവ് ആകാൻ പറയുന്നു. ആ സ്പിരിച്വാലിറ്റിയിലൂടെയാണ് ആ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ ആ യൂണിവേഴ്സിൻ്റെ സഹായത്തോടെയാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയിലേക്ക് എത്തിപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് ആ ഒരു സൈക്കിക് എബിലിറ്റി ഉള്ള ഒരാളാണ്, ഇൻറ്റ്യൂഷൻ ഉള്ള ഒരാളാണ്. ഓക്കെ, ആ ഇൻറ്റ്യൂഷനെ കൂടുതൽ ക്ലിയറും ഷാർപ്പണും ആക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തെന്ന് വെച്ചാൽ ഇൻറ്റ്യൂഷനാണ് നിങ്ങളെ നിങ്ങളുടെ ശരിയായ ജീവിത പങ്കാളി ആരാണ് എന്ന് തിരിച്ചറിയിച്ച് തരുന്നത്. ഓക്കെ, ആ ഇൻറ്റ്യൂഷൻ സ്ട്രോങ് ആകുമ്പോഴേ ആ തരുന്ന ഇൻറ്റ്യൂറ്റീവ്ലി നമുക്ക് കിട്ടുന്ന മെസ്സേജസ് ഒക്കെ നമുക്ക് ക്ലിയർ ആകുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിനുവേണ്ടി നിങ്ങൾ കൂടുതലും സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യണം, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നു. പിന്നെ കൂടുതൽ അറിവ് നേടാൻ പറയുന്നു. ഓക്കെ, അതായത് ഒരു എന്താ പറയുക, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ഇതിനെയൊക്കെ സംബന്ധിച്ച് ഒരു എന്താ പറയുക നല്ല നല്ല പ്രാക്ടീസസ് ഉണ്ടാവും. ഒരു ഹെൽത്തി മാരീഡ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ നിങ്ങൾ ചില ആർട്ടിക്കിൾസ് കാണുകയോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും എഡ്യൂക്കേഷണൽ കണ്ടന്റ് ഉള്ള വീഡിയോസ് കാണുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ഒതൻറ്റിക് സോഴ്സിൽ തന്നെയാണ് ഉറപ്പുവരുത്തുക. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതുണ്ടാവും, അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അറിവുകൾ നേടാൻ പറയുന്നു. എത്രത്തോളം ഈ വിവാഹത്തിനെ സംബന്ധിച്ചും ആ ഒരു ജീവിതത്തിനെ സംബന്ധിച്ചും നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം, ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളോട് പറയുന്നത് എപ്പോൾ നിങ്ങളുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏതൊരു സമയത്താണെങ്കിൽ തമാശയ്ക്ക് പോലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല. ഓക്കെ, എപ്പോഴും പറയുമ്പോഴും അല്ലെങ്കിൽ ചിന്തിക്കുമ്പോഴും നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നത് അത് തന്നെയായിരിക്കണം നിങ്ങൾ പറയേണ്ടതും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടതും ഇമാജിൻ ചെയ്യേണ്ടതും ഒക്കെ. ഓക്കെ, ഒരു പോസിബിൾ സിനാരിയോ പറയുമ്പോൾ തമാശയ്ക്ക് പോലും കൂട്ടുകാരായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ തമാശയ്ക്ക് പോലും അങ്ങനെ പറയരുത്. അത് എടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടിയാണോ വിവാഹ ജീവിതത്തിനെ പ്രതീക്ഷിച്ചിരിക്കുന്നത് അത്രത്തോളം അത് സക്സസ്ഫുള്ളും ആയിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്താണ് ഒരു വിവാഹ ജീവിതത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു പാർട്ട്ണർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന നിങ്ങളുടെ ജീവിത പങ്കാളി അവരെങ്ങനെ നിങ്ങളെ ട്രീറ്റ് ചെയ്യണം, നിങ്ങളുടെ വിവാഹ ജീവിതത്തിലൂടെ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണ വേണം. നിങ്ങളിപ്പോൾ ഒരു വിവാഹത്തിന് തയ്യാറാണോ, നിങ്ങൾ എപ്പോഴാണ് നിങ്ങളൊരു വിവാഹം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതിന് നിങ്ങൾ എപ്പോഴാണ് പൂർണ്ണമായും തയ്യാറാകുക, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായൊരു ധാരണ ഉണ്ടായതിന് ശേഷം
അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുക, അതിനായിട്ട് തയ്യാറെടുക്കുക. ഈ ഒരു ധാരണ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനത്തെ പാർട്ട്ണറെ വേണം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യണത്, എന്തൊക്കെയാണെന്നുള്ളത്, ആ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് ധാരണ ഉണ്ടാകുമ്പോഴേ അത് വെച്ചുകൊണ്ട് നല്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് അതേ എനർജിയിലുള്ള ആളുമായിട്ട് അലൈൻഡ് ആകാനും നിങ്ങൾക്ക് അവരെ കണ്ടെത്താനും വിവാഹം കഴിക്കാനൊക്കെ സാധിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് നിങ്ങൾ എന്താണോ ഒരു ഫാമിലി ലൈഫിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് അത് വെച്ചുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളൊരു വിവാഹ ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, നിങ്ങളുടെ ഒരു പാർട്ട്ണറിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു, ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്കൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് സംതൃപ്തി തരുന്നൊരു വിവാഹ ജീവിതം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനും അതിലൂടെ നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വിവാഹ ജീവിതം ഉണ്ടാകാനും സാധ്യതയുള്ളത് എന്നാണ് പറയണേ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫയൽ അല്ലെങ്കിൽ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി തന്നെയാണോ നിങ്ങളുടെ ജീവിത പങ്കാളി എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ജന്മം വിവാഹം ചെയ്യാൻ പോകുന്നത് ഈ വ്യക്തിയെ തന്നെയാണോ അല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത്. അവർ യെസ് ഓർ നോ കാർഡാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ മനസ്സിലുള്ള വ്യക്തി തന്നെയാണോ അവരുടെ ശരിയായ ജീവിത പങ്കാളി, അവർ ഈ ജന്മം വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തി. ഒരു ന്യൂട്രൽ എനർജി ആട്ടോ കിട്ടിയിരിക്കണം, റിവേഴ്സലൊന്നും നമ്മൾ എടുക്കില്ല. ന്യൂട്രൽ എനർജി ആകാതിരിക്കാം, ആ ഒരു എനർജിയാണ്. അതായത് നിങ്ങളോട് കൃത്യമായൊരു ഉത്തരം ഇപ്പോൾ നൽകാൻ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നില്ല. അപ്പം എന്തുകൊണ്ടാണ് അതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് 2 അടുത്ത് അവരുടെ മനസ്സിലുള്ള വ്യക്തി തന്നെയാണ് ജീവിത പങ്കാളി എന്ന ചോദ്യത്തിന് ഒരു കൃത്യമായ ഉത്തരം യൂണിവേഴ്സ് നൽകിയിട്ടില്ല. എന്താണ് അതിനുള്ള കാരണം, എന്തുകൊണ്ടാണ് ഒരു ക്ലിയർ യെസ് അല്ലെങ്കിൽ ക്ലിയർ നോ ഉത്തരം നൽകാത്തത്? നിങ്ങൾ കുറച്ച് വർക്ക് ചെയ്യേണ്ടതുണ്ട്, അതാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. ഈ ഒരു മെസ്സേജ് റീഡിങ് തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് കിട്ടിയതാണ്. ഒരു ഫയലിൽ അതൊരു മേ ബി കാർഡ്, അതായത് ഒരു കൃത്യമായ ഉത്തരം ഉണ്ടാവില്ല, ന്യൂട്രൽ എനർജിയാണ് വരെ. അവിടെ കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ അതിന് തയ്യാറായിട്ടില്ല. ഓക്കെ, കളക്റ്റീവിൻ്റെ മിസ്അലൈൻമെൻറ്റ് കൊണ്ടാണ് ഒരു ആൻസർ ഇപ്പോൾ നൽകാൻ യൂണിവേഴ്സ് ആഗ്രഹിക്കാത്തത്. അത് ഗ്രൂപ്പ് 2 വന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുറച്ച് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്കൊരു കൺട്രോളിങ് ടെൻഡൻസി ഉണ്ട്. ഇന്നതുപോലെ നടക്കണം, ഇന്ന ആളായിരിക്കണം, ഇങ്ങനെ വേണം. ഒരു ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു നിയന്ത്രിക്കാനൊരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ, ഇതൊക്കെ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള അനുഭവങ്ങളുടെ ബാക്കി പത്രങ്ങളാണ്. ഈ ഇൻസെക്യൂരിറ്റീസും ഈ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള ഒരു ടെൻഡൻസിയും, ഇത് രണ്ടും നിങ്ങൾ കാര്യമായി വർക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു ആത്മവിശ്വാസം വേണം. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ആ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസ്, അതിനെ നിങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കണം. മറ്റൊരാളാകാൻ ശ്രമിക്കരുതെന്ന് ഞാൻ പ്രത്യേകം കേൾക്കുന്നു. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ആ മുഴുവനായി ആത്മവിശ്വാസം വന്ന് നിങ്ങളുടെ ആ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസിൽ 100% കംഫർട്ടബിൾ ആകുമ്പോഴേ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ പോയാൽ അത് സക്സസ്ഫുൾ ആകുള്ളൂ. ഓക്കെ, പിന്നെ ആ ഒരു നിയന്ത്രണ മനോഭാവം അതും നിങ്ങൾ വേണ്ടെന്ന് വെക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഈ നിയന്ത്രിക്കാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾ വേണ്ടെന്ന് വെക്കണം. അതും ഒരു ശരിയായ ഒരു പ്രവണതയല്ല. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിൽ വർക്ക് ചെയ്യേണ്ട സമയമാണ്. അത് എത്ര ബോറിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അത് ചെയ്തേ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം തരുന്ന, ഓക്കെ, നിങ്ങൾക്ക് സംതൃപ്തി തരുന്ന റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ നിങ്ങളിൽ ഫോക്കസ് ചെയ്യൂ, നിങ്ങളിൽ വർക്ക് ചെയ്യൂ. നിങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്അലൈൻഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, അത് റിലീസ് ചെയ്ത് അല്ലെങ്കിൽ അത് കൃത്യമായി ഹീൽ ചെയ്യാതെ നിങ്ങൾ ഏതൊരു റിലേഷൻഷിപ്പിൽ പോയാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കണക്ഷൻ ആയിരിക്കില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണർ ആയിരിക്കില്ല. നിങ്ങൾക്ക് അതിൽ നിന്ന് വിഷമങ്ങളും ദുഃഖങ്ങളും മാത്രമേ ഉണ്ടാകുള്ളൂ. നിങ്ങൾ വേദനിക്കുന്നതിലാണ് അത് അവസാനിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ നിങ്ങളിൽ ഫോക്കസ് ചെയ്യൂ. ഈ ഒരു സമയം
നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആരാണ് എന്നുള്ളതിലല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ മനസ്സിലുള്ള ഇൻസെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ മാറ്റി നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ ആകാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതുപോലെ യൂണിവേഴ്സിനെ വിശ്വസിക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന, നിങ്ങൾക്കൊരു ആത്മവിശ്വാസം തരുന്ന ചില ആളുകളുണ്ട്. അവരോട് നിങ്ങൾ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം നിങ്ങളിൽ തന്നെ ഉണ്ടാകുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഒക്കെ മാറാൻ ഒരു പരിധി വരെ അത് അങ്ങനെയല്ല, അതെൻ്റെ ചിന്ത മാത്രമാണ് എന്നൊരു തോന്നലിലേക്കെങ്കിലും എത്തിക്കാൻ ഇവരുടെ ഇൻറ്ററാക്ഷൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തികളുമായിട്ട് കൂടുതൽ ഇൻറ്ററാക്ട് ചെയ്യാൻ പറയുന്നു. ഈ വ്യക്തികളുമായിട്ട് കൂടുതൽ എന്ത് ചെയ്യണം, നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യണം. അപ്പോഴാണ് നിങ്ങളുടെ എനർജിയിലൊരു കാര്യമായ വ്യത്യാസം വരുള്ളൂ. ഇവർക്ക് നിങ്ങളെ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള കുറേ തെറ്റിദ്ധാരണകൾ, നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിയെടുക്കാനും സാധിക്കും എന്ന് കാണുന്നു. പിന്നെ കഴിഞ്ഞു പോയ കാലത്ത് നിങ്ങളെ മനസ്സിനെ വേദനിപ്പിച്ച പല കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അതിനെ സംബന്ധിച്ച് ഒരു എന്താ പറയുക, ആ കഴിഞ്ഞു പോയ കാലങ്ങളൊന്നും വിട്ട്, പ്രത്യേകിച്ച് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള അവസരങ്ങൾ, നിങ്ങളുടെ ചിലപ്പോൾ എക്സ്റ്റേണൽ അപ്പിയറൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം. നിങ്ങൾക്ക് ഈ എന്താ പറയുക, ഒരു പരിധി വിട്ട് ഇനി വരുന്ന കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം വേണമെന്ന് തോന്നുന്നതിനും ഈ പറഞ്ഞ പോലെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നതിനും കാരണമായിട്ടുള്ള പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട് നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ. അത് നിങ്ങളിപ്പോഴും അവിടെ തന്നെയാണ്, നിങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത്, എപ്പോഴെങ്കിലും ഒരു സങ്കടം ഉണ്ടാകുമ്പോൾ ആദ്യം ഓർമ്മ വരെ ആ കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ദേഷ്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സന്ദർഭത്തിൽ നടക്കുന്ന കാര്യത്തിനെ നിങ്ങൾ ഈ കഴിഞ്ഞു പോയ കാര്യവുമായിട്ട് കണക്ട് ചെയ്യാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഒട്ടും മുന്നോട്ട് പോന്നിട്ടില്ല. നിങ്ങളിപ്പോഴും അവിടെ തന്നെ കണക്റ്റഡ് ആണ്, അവിടെ ഉടക്കി കിടക്കുകയാണ്. അവിടെ നിന്ന് നിങ്ങൾ പോരണം, അതിൽ നിന്ന് വിട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി മുന്നോട്ട് പോരണം. എന്നാലേ നിങ്ങൾക്കും ഒരു ജീവിതത്തിൽ ഒരു ലൈറ്റ് വെയ്റ്റ് എനർജി ഫീൽ ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങളുടെ ശരിയായ ഗുണങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സക്സസ്ഫുള്ളി മാനിഫെസ്റ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് ഈ കളക്റ്റീവിന് നൽകാൻ ആഗ്രഹിക്കുന്നത്? റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലൊരു കമ്മിറ്റ്മെൻറ്റ്, വിവാഹം സംബന്ധിച്ച് യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യൂണിവേഴ്സിൽ സമ്പൂർണ്ണം നിങ്ങളെ സമർപ്പിക്കാം. നിങ്ങളുടെ വിവാഹ ജീവിതം, നിങ്ങൾ എങ്ങനത്തെ ഒരു വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നു, എങ്ങനത്തെ ഒരു പാർട്ട്ണറിനെ ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായൊരു ധാരണ നിങ്ങൾക്ക് വേണം. അത് എന്നിട്ട് യൂണിവേഴ്സിനോട് നിങ്ങൾ പറയാം, ഇങ്ങനത്തെ ഒരു പാർട്ട്ണറിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതുപോലൊരു വിവാഹ ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് യൂണിവേഴ്സിൽ അത് ഏൽപ്പിക്കാം. പിന്നെ എല്ലാം യൂണിവേഴ്സ് നോക്കിക്കോളും. നിങ്ങൾ അതിനെക്കുറിച്ച് എപ്പോൾ വരും, എന്ന് സംഭവിക്കും എന്നാലോചിച്ചിരിക്കാതെ നിങ്ങൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഫോക്കസ് ചെയ്ത് യൂണിവേഴ്സിൽ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ മാക്സിമം ആസ്വദിക്കാനായിട്ട് ശ്രമിക്കാൻ പറയുന്നുണ്ട് യൂണിവേഴ്സ്. ഓക്കെ, അതുപോലെ മാറ്റങ്ങളെ എന്താ പറയുക, റെസിസ്റ്റ് ചെയ്യാതിരിക്കുക. മാറ്റങ്ങൾ സംഭവിക്കണം, മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ അത് സംഭവിക്കേണ്ടതാണ്. ആ മാറ്റങ്ങളെ റെസിസ്റ്റ് ചെയ്യാതിരിക്കുക, അത് സംഭവിക്കട്ടെ. ഓക്കെ, പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലാവില്ല ആ മാറ്റങ്ങൾ, പക്ഷെ നമ്മുടെ നല്ലതിനായിരിക്കും ആ മാറ്റങ്ങൾ, അതെപ്പോഴും ഓർക്കുക. പിന്നെ പറഞ്ഞതുപോലെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സന്തോഷം തന്ന, നിങ്ങളുടെ മനസ്സിന് ഒരു സംതൃപ്തി തന്ന പല അനുഭവങ്ങളുണ്ട് ഇല്ലേ, അതിനെ ഓർത്തെടുക്കാൻ ശ്രമിക്കൂ. വേദനിപ്പിച്ച സന്ദർഭങ്ങളെ ഓർത്തിരിക്കുന്നതിന് പകരം കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്താ പറയുക, സന്തോഷം തന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്, നല്ല നല്ല ഓർമ്മകളുണ്ട്, അത് ഓർത്തെടുക്കാൻ ശ്രമിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ നിങ്ങളെ വേദനിപ്പിച്ച, നിങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കിയിട്ടുള്ള, നിങ്ങളുടെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റി, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഭയം, ഭാവിയെക്കുറിച്ചിട്ടുള്ള ഒരു ഭയം ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഓർമ്മകൾ, വ്യക്തികൾ, സാഹചര്യങ്ങൾ, ഇതിൽ നിന്നെല്ലാം നിങ്ങൾ മുന്നോട്ട് പോന്നേ പറ്റുള്ളൂ. അതില്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റവും, അത് വിവാഹ ജീവിതം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുകയാണ്, അതിൽ നിന്നൊരു ഹീലിംഗ് നടക്കുന്നില്ല. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ പുതിയൊരു എനർജിക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ ഒരു സ്ഥാനമില്ല. കാരണം നിങ്ങൾ പഴയ എനർജിയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ അവിടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. അതുപോലെ കൂടുതൽ സ്പിരിച്വൽ പ്രാക്ടീസസിലേക്ക് നീങ്ങാൻ പറയുന്നു. നിങ്ങളുടെ സ്പിരിച്വാലിറ്റി, നിങ്ങൾക്കൊരു സൈക്കിക് എബിലിറ്റി ഉണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. അതിൽ വർക്ക് ചെയ്യുക. ചിലപ്പോൾ വിഷൻ കിട്ടുന്നതായിരിക്കാം. ഓക്കെ, അത് ഒന്ന് വർക്ക് ചെയ്യുക, അതിൽ ഫോക്കസ് ചെയ്യുക, വർക്ക് ചെയ്യാൻ പറയുന്നു. അപ്പോൾ കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യാം.
പിന്നെ സ്പിരിച്വൽ പ്രാക്ടീസസ് നല്ലതാണ്. ഇപ്പോൾ പറ്റുമെങ്കിൽ അമ്പലം അല്ലെങ്കിൽ പള്ളി എവിടെയാണോ നിങ്ങൾ ആരാധനാലയം ആരാധനാലയങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതായത് നിങ്ങളവിടെ പ്രത്യേകിച്ചൊന്നും പോയി പ്രാർത്ഥിക്കരുത്. നിങ്ങളവിടെ പോകുന്നത് നിങ്ങൾക്ക് ഇതുവരെ നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയാനായിരിക്കണം. ഓക്കെ, ഇനി വരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ പൂർണ്ണമായി സ്വീകരിക്കാൻ ഒരു മനസ്സ് തരാനായിട്ട് ഈശ്വരനോട് പറയാം. സർവ്വത ഈശ്വരനിൽ സമർപ്പിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ. അല്ലാതെ അവിടെ പോയിട്ട് എനിക്ക് ഇങ്ങനെ തരണം അങ്ങനെ തരണം അതൊന്നും നിങ്ങൾ പറയാൻ നിൽക്കണ്ട. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആരെങ്കിലും നിങ്ങൾ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ ചില വർത്താനോ അവർ പറയുന്ന ചില വാക്കുകളായിരിക്കും നിങ്ങൾ ട്രിഗർ ചെയ്യുന്നുണ്ടാകുക ഇല്ലേ. അത് ചില ആളുകൾ അത് ചെയ്യുന്നത് മനഃപൂർവ്വമാണ്. നിങ്ങളെ വേദനിപ്പിക്കും എന്ന പൂർണ്ണ ബോധ്യത്തോടെയാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ ആ ആളുകളുടെ അടുത്ത് നമ്മൾ നമ്മുടെ വ്യൂ പോയിന്റ്സ് പറയാൻ നിന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നത്, നിങ്ങൾക്ക് അറിഞ്ഞൂടെ എനിക്ക് വേദനിക്കുന്നുള്ളത് എന്നൊക്കെ അവരോട് നമ്മൾ കുറേ എന്താ പറയുക ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനമില്ല. നമ്മുടെ മനസ്സിൻ്റെ സമാധാനം പോകുന്നല്ലാണ്ട് അവരാഗ്രഹിക്കുന്ന കാര്യം അവിടെ നടക്കുകയാണ്. അവരാഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങളെ ഒന്ന് ട്രിഗർ ചെയ്യിക്കുക. നിങ്ങൾക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവുന്ന കാണുമ്പം അതിലൊരു സന്തോഷം. ഓക്കെ, അങ്ങനത്തെ ആളുകളൊക്കെ നമ്മൾ ചുറ്റുമുണ്ട്, മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ചില ആളുകൾ ചില കാര്യങ്ങൾ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യത്തിന് എടുത്തു പറയുന്നത് അവർക്ക് നിങ്ങളോടുള്ള കൺസേൺ കൊണ്ടല്ല, അവർക്ക് നിങ്ങളിപ്പോൾ ആ ഒരു നിമിഷം നിങ്ങൾ വേദനിക്കുമല്ലോ അത് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അവിടെ എന്ത് വേണം, നിങ്ങൾ അവരെ ആഗ്രഹിക്കുന്ന റിയാക്ഷൻ കൊടുക്കരുത്. മനസ്സിലായോ? അപ്പോൾ എവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പറയേണ്ടത്, എവിടെ അത് പറയേണ്ട ആവശ്യമില്ല, എവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, ഇത് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ചുറ്റുള്ള ആരെങ്കിലും നിങ്ങളോട് ഇങ്ങനെ ട്രിഗർ ചെയ്യുന്ന തരത്തിൽ വർത്താനം പറഞ്ഞാൽ നിങ്ങളൊന്നും മിണ്ടണ്ട. നിങ്ങൾ ജസ്റ്റ് ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ചിരിച്ചാൽ മാത്രം മതി. ജസ്റ്റ് അത്ര മതി. അത് അവർ ഉദ്ദേശിക്കുന്ന റിയാക്ഷൻ കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ അവരെന്തെങ്കിലും ചോദിക്കുകയാണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത്ര നാളോടും ജോലി ആയില്ല അല്ലേ എന്ന് ചോദിക്കുക. സാധാരണ നിങ്ങൾക്ക് പെട്ടെന്ന് സങ്കടം വരിക ചെയ്യാം. ആയില്ല എന്താവാത്ത, അപ്പോൾ നിങ്ങൾ സങ്കടപ്പെട്ടു. അപ്പോൾ അവർക്ക് അവിടെ കിട്ടി. അപ്പോൾ അവർക്ക് പിന്നെ എന്താവാത്ത അറിയില്ല, നോക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ നമ്മുടെ എന്തൊക്കെയോ കുറവാണെന്നുള്ള പോലെ കുറേ ഉപദേശത്തിൻ്റെ രൂപേണ നമ്മളിങ്ങനെ കുറേ കുറ്റപ്പെടുത്തുക. ഇതാണ് ഒരു പാറ്റേൺ. ഓക്കെ, ഇതിനെ നമുക്ക് മാറ്റാം. എങ്ങനെയാണ്? ജോലിയൊന്നും ആയില്ല അല്ലേ ചോദിക്കുമ്പോൾ ആയില്ല, വളരെ കൂളായിട്ട് ആയില്ല, അതെന്താവാത്ത അവിടെ കഴിഞ്ഞു. അതായത് നമ്മൾ പറയുന്ന ആ റിയാക്ഷൻ ആദ്യത്തേന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കവിടെ എൻ്റെ എന്തോ കുറവാണ് എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി നമ്മുടെ പുറത്തേക്ക് വരിക. രണ്ടാമത്തേതിൽ നമ്മൾ ആയില്ല, ഞാനതിൽ കംപ്ലീറ്റ്ലി ഓക്കെയാണ്, ആയിട്ടില്ല, അത്രേ ഉള്ളൂ, അങ്ങനെ. ഓക്കെ, ഞാനെന്ത് ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എൻ്റെ ഭാഗത്തല്ല പ്രശ്നം എന്നുള്ളതാണ് നിങ്ങളവിടെ സ്ഥാപിക്കുന്നത്. അപ്പം തന്നെ അവർക്ക് ചൂട് പോകും. പിന്നെയും ചോദിക്കുമ്പോൾ എന്താവാതെ കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ അവർക്ക് പിന്നെ ഒന്നും ചോദിക്കാൻ തോന്നില്ല. കാരണം നിങ്ങൾ അതിനെക്കുറിച്ച് ഒട്ടും കൺസേൺഡ് അല്ല, നിങ്ങളെ അത് ട്രിഗർ ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ ഈ ആളുകളുടെ ആ ഒരു എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടെൻഡൻസി തണുത്തു പോകും. കാരണം അവർക്ക് വിചാരിക്കുന്ന റിയാക്ഷൻ അല്ല നിങ്ങൾ കൊടുക്കുന്നത്. ഇത് തന്നെയാണ് നിങ്ങൾ ഏത് കാര്യത്തിലും ചെയ്യേണ്ടത്. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങളെ ട്രിഗർ ചെയ്യാനും നിങ്ങളുടെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കാനും, അത് അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്ന് മനസ്സിലാക്കുക. ആ ആളുകളുടെ ചോദ്യങ്ങളാണ് നിങ്ങളെപ്പോഴും ട്രിഗർ ചെയ്യാറുള്ളത് എന്ന് മനസ്സിലാക്കുക. അവരിൽ നിന്നൊരു അകൽച്ച പാലിക്കുക. അത്രേ നിങ്ങൾ ചെയ്യുള്ളൂ. പിന്നെ നിങ്ങളോട് പറയുന്നത് ക്ഷമയോടെ മുന്നോട്ട് പോകുക. സമയമെടുത്ത് നിങ്ങൾ ഹീൽ ചെയ്തോളൂ. നിങ്ങൾ ഒരുപാട് ധൃതി വെച്ച് ഇത് ഹീൽ ചെയ്തിട്ട് വേണം ഇല്ല, സമയമെടുത്ത് നിങ്ങളുടെ ഈ ഹീലിംഗ് പീരീഡ് നിങ്ങളുടെ സമയത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ കൊണ്ടുപോവുക. ഒരുപാട് ധൃതി വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. 2 ദിവസം ചെയ്ത് 3-ാം ദിവസം ചെയ്യാതിരിക്കരുത്. മനസ്സിലായോ? ഇപ്പോൾ ആരാധനാലയങ്ങളിൽ പോകുന്നത് 2 ദിവസം പോയി 3-ാം ദിവസം പോകാതിരിക്കുക, അങ്ങനെ പറ്റില്ല. ചെയ്യുന്ന പ്രാക്ടീസസ് എല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, ഒരു ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3. അപ്പോൾ നിങ്ങൾ തമ്മിലത്തെ 3-ാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു കാർഡാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തി തന്നെയാണോ നിങ്ങളുടെ ഈ ജന്മം നിങ്ങൾ വിവാഹം ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ജീവിത പങ്കാളി? ആ യെസ് ഓർ നോ ആൻസർ ആണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ മനസ്സിലുള്ള വ്യക്തി തന്നെയാണോ അവർ ഈ ജന്മം വിവാഹം ചെയ്യാൻ പോകുന്ന അവരുടെ ജീവിത പങ്കാളി? യെസ്, അതെ കേട്ടോ, ആ വ്യക്തി തന്നെയാണ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനാണ്.
നിങ്ങൾക്ക് ചിലപ്പോൾ യെസ് എന്നുള്ള ഉത്തരവാവില്ല നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവുക. യെസ് എന്ന് കേട്ടപ്പോൾ യെസ്സും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അതെങ്ങനെ ശരിയാവും? അങ്ങനെ 100 ചോദ്യങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ വരുന്നുണ്ടാവും. അതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. ഇതെങ്ങനെ നടത്തണം, എങ്ങനെ ഇതൊരു യൂണിയനിലേക്ക് കൊണ്ടുവരുന്ന യൂണിവേഴ്സിന് അറിയാം. അപ്പോൾ യൂണിവേഴ്സിൻ്റെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യട്ടെ, നിങ്ങളതിനെ അനുവദിക്കുക. ഓക്കെ, ഇനി ഈ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ വിവാഹ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് 3യുടെ മനസ്സിലുള്ള വ്യക്തി തന്നെയാണ് അവരുടെ ജീവിത പങ്കാളി എന്ന് യൂണിവേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ വ്യക്തിയുമായിട്ട് ഗ്രൂപ്പ് 3യുടെ വിവാഹ ജീവിതം എങ്ങനെയായിരിക്കും? ഒരു ബാലൻസ്ഡ് എനർജി കിട്ടുന്നു, വളരെ ഹാർമോണിയസ് ആയിരിക്കും എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങൾ പരസ്പരം വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ എനർജി ആയിട്ടാണ് ആ വ്യക്തിയെ കാണുന്നത്. ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് ഈ ഒരു കണക്ഷനിൽ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു നിങ്ങൾ പരസ്പരം വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, പോസിറ്റീവ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ചില ശീലങ്ങൾ അവർ തുടങ്ങുന്നതായിട്ടും അവർ ചില ശീലങ്ങൾ നിങ്ങൾ തുടങ്ങുന്നതായിട്ടൊക്കെ ഈ വിവാഹശേഷത്തിന് നിങ്ങൾക്ക് വിവാഹം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അത് ചിലപ്പോൾ ആരെങ്കിലും അത് നോട്ട് ചെയ്യും. ഇത് അപ്പോൾ ഇയാൾക്കും തുടങ്ങിയോ ഇങ്ങനെ? ചിലപ്പോൾ പല ഭക്ഷണ രീതിയൊക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന രീതി ഉണ്ടാവും, അത് നിങ്ങളുടെ എന്താ പറയുക പാർട്ട്ണർ പിന്നെ ഫോളോ ചെയ്യുക. അവരുടെ പാർട്ട്ണറിൻ്റെ ചില രീതികൾ നിങ്ങൾ ഫോളോ ചെയ്യുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് കാണുന്നു. പിന്നെ വളരെ ഒരു പ്രൊട്ടക്റ്റീവ് എനർജി, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പ്രൊട്ടക്റ്റീവായിരിക്കും നിങ്ങൾ. ആരും നിങ്ങളുടെ ജീവിത പങ്കാളിയെ അനാവശ്യമായിട്ട് വേദനിപ്പിക്കുന്നതോ അവർ ചൂഷണം ചെയ്യുന്നതോ നിങ്ങൾ അനുവദിക്കില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയും നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും വേദനിപ്പിക്കുന്നതോ ചൂഷണം ചെയ്യുന്നതൊന്നും അവരും അനുവദിക്കില്ല. ഒരു കാരണവശാലും അവർ അനുവദിക്കില്ല എന്നാണ് കാണുന്നത്. പിന്നെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെ ഒരു എന്താ പറയുക ചാലഞ്ചിങ് സിറ്റുവേഷൻ വന്നാലും നിങ്ങൾ ഒരുമിച്ച് തന്നെയായിരിക്കും. ഓക്കെ, ഒരിക്കലും നിങ്ങൾ പരസ്പരം പഴിചാരുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നിങ്ങൾ ഒരുമിച്ച് തന്നെയായിരിക്കും എന്ന് കാണുന്നു. ഫിസിക്കൽ ഇൻറ്റിമസി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണുന്നുണ്ട് ഈ ഒരു കണക്ഷനിൽ. മാത്രമല്ല നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യും എന്ന് കാണുന്നു. ആ ഒരു പാഷൻ ത്രൂ ഔട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും. അത് കുറച്ച് നാൾ വന്ന് പോകുന്ന ഒരു കാര്യമായിട്ടല്ല കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഉള്ള എന്താ പറയുക ഒരു ഭയം, ഒരുപാട് പേടിയുണ്ട് നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചും. പിന്നെ നിങ്ങളുടെ ഒരു ഓവർ തിങ്കിങ് ടെൻഡൻസി ഉണ്ടെന്ന് കാണുന്നു. അതിനെയെല്ലാം ആ അനാവശ്യമായ പേടിയെയും അനാവശ്യമായ ഭയത്തിനെയും ഒക്കെ നിങ്ങളിൽ നിന്ന് ഇല്ലാണ്ടാക്കാൻ, ഓക്കെ, അതിനൊക്കെ ഒരു ആശ്വാസമേകാൻ നിങ്ങളുടെ സ്പൗസിന് സാധിക്കും എന്നാണ് എനിക്ക് കാണുന്നത്. നിങ്ങളൊരു ഡിവൈൻ കൗണ്ടർ പാർട്സ് ആണ് കേട്ടോ. നമുക്ക് ലവേഴ്സ് കാർഡാണ് കിട്ടിയത്. ഒരുപാട് വിശ്വാസം നിങ്ങളുടെ ഇടയിലുണ്ടാവും, സ്നേഹം ഒരുപാടുണ്ടാവും, പ്രണയം നിങ്ങളുടെ ഇടയിലുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ പരസ്പരം ബഹുമാനിക്കുന്ന പങ്കാളികളാണെന്ന് കാണുന്നു. അതിന് നിങ്ങൾക്ക് നാച്ചുറലി പറ്റുന്നതല്ല, നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ അതിന് വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു റിലേഷൻഷിപ്പ് വളരെ ഹെൽത്തിയും ഹാപ്പിയുമായി കൊണ്ടുപോകുന്നതിന് നിങ്ങൾ രണ്ടുപേരും തുല്യമായിട്ട് ഒരുപോലെ തന്നെ അതിന് എഫേർട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് വിവാഹ ജീവിതത്തെക്കുറിച്ച്? ഓക്കെ, പിന്നെ ഞാൻ കാണുന്നത് നിങ്ങളുടെ വിവാഹ ജീവിതം കുറച്ച് പ്രൈവറ്റ് ആയിട്ടാണ് വെക്കുക അല്ലെങ്കിൽ വെക്കേണ്ടത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ അത് ഷെയർ ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളോട് എടുത്തു പറയുന്നു അത് അതൊന്ന് കൺട്രോൾ ചെയ്യൂ. കാരണം നിങ്ങളുടെ വിവാഹ ജീവിതം നിങ്ങളുടെ ലൈഫ് വളരെ നല്ലൊരു ലൈഫായിരിക്കും. നിങ്ങൾക്ക് അത്രയും സംതൃപ്തി തരുന്നൊരു റിലേഷൻഷിപ്പാണ് അത്. ചില ആളുകൾ അത് ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് അത്രയും സന്തോഷമുള്ള ലൈഫ് കിട്ടുന്നതിന്. ഓക്കെ, അപ്പോൾ അനാവശ്യമായിട്ട് ആ ഒരു ഈവിൾ എനർജി ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണ്ട അല്ലേ. അപ്പോൾ അതൊന്ന് പ്രൈവറ്റ് ആക്കി വെക്കാനാണ് നിങ്ങളോട് എടുത്തു പറയുന്നത്. നിങ്ങൾ വളരെ സെക്യൂർ ആയിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ. നിങ്ങൾ യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയുക ഇൻസെക്യൂരിറ്റി നിങ്ങൾക്ക് ഈ കണക്ഷനിൽ ഫീൽ ചെയ്യില്ല എന്ന് ഞാൻ കാണുന്നുണ്ട്. ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്രയും നല്ലൊരു വിവാഹ ജീവിതത്തിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ഇതാണ് സാധ്യതകൾ. അപ്പോൾ ഈ എനർജിയിലേക്ക് നിങ്ങൾ അലൈൻഡ് ആകുന്നതിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? നിങ്ങളോട് ആദ്യമേ പറയുന്നു നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ഇപ്പോൾ കഴിഞ്ഞു പോയ ഇപ്പോൾ ഒരു ഇമോഷണൽ ഹാർട്ട് ബ്രേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം അല്ലേ.
അതിന് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ യാതൊരു സ്ഥാനവും ഇല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതൊരു ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ റിലീസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സിലെപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഹാപ്പിലി എവർ ആഫ്റ്റർ മാത്രമായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. ഓക്കെ, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലാണ് കേട്ടോ ഈ പറയുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലും വേദനിപ്പിച്ച കാര്യങ്ങളും ഒക്കെ അതിങ്ങനെ എന്താ പറയുക, നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്സ് ആയിരിക്കാം, ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് കാര്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങളെ വേദനിപ്പിച്ച ചില സന്ദർഭങ്ങൾ ഇപ്പോഴും നിങ്ങൾ അതിനോട് കണക്റ്റഡ് ആണ്. നിങ്ങളോട് പറയുന്നത് ആ ഒരു സന്ദർഭം നിങ്ങളെ ഒരു പാഠമാണ് പഠിപ്പിക്കുന്നത്. ആ പാഠം ഉൾക്കൊണ്ട് ആ സന്ദർഭത്തിനെ വിട്ടുകളയുക. അത് നിങ്ങളുടെ ജീവിതകാലം മൊത്തത്തിലേക്കുള്ള ഒരു കാര്യമല്ല. ഓക്കെ, ജീവിതകാലം മൊത്തം നിങ്ങൾ കൊണ്ടു നടക്കേണ്ട ഒരു ഓർമ്മയുമല്ല. നിങ്ങൾ അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് റിലീസ്ഡ് ആകണം. അപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സെക്യൂർ ആയിട്ടുള്ള ലോങ് ടേം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വിവാഹ ജീവിതം നിങ്ങൾക്ക് അതിനോട് നിങ്ങൾ അലൈൻഡ് ആകുകയുള്ളൂ എന്ന് പറയുന്നു. കണ്ടോ, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഈ പാസ്റ്റിൽ ഉപേക്ഷിച്ച് മുന്നോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിവാഹം ജീവിതത്തിനെ മുന്നിൽ കണ്ട് അതുമായിട്ട് ആ ഒരു വിഷനുമായിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നിങ്ങളത് തീരുമാനിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ക്ഷമ കാണിക്കാൻ പറയുന്നു. ഒരു ദിവസം കൊണ്ടൊന്നും ഹീലാവില്ല. ഓക്കെ, ആ ഹീലിംഗ് പ്രാക്ടീസസ് ഒക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. നിങ്ങൾ ഗ്രാജുവലി അതിൽ നിന്ന് വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകുന്നത് കാണാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങളിൽ തന്നെ ഫുള്ളി സെക്യൂർ ആയിരിക്കണം. യാതൊരു തരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. ഓക്കെ, ആ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ മാറ്റിക്കളയുക. അങ്ങനെ നിങ്ങൾ എത്രത്തോളം ആത്മവിശ്വാസം നിങ്ങൾക്ക് നിങ്ങളിലും നിങ്ങളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിലൊക്കെ ഉണ്ടോ, ആ ആത്മവിശ്വാസം നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ വിവാഹ ജീവിതം വളരെ സക്സസ്ഫുൾ ആകുന്നതിലും സഹായിക്കും എന്ന് കാണുന്നു. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാനും പറയുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എത്രയും പെട്ടെന്ന് നേടിയെടുക്കാനും പറയുന്നു. അതും നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ വിവാഹ ജീവിതത്തിന് അതൊരു എന്താ പറയുക, ആ വിവാഹത്തിലോട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആകാനും അതിലോട്ട് കംപ്ലീറ്റ്ലി അലൈൻഡ് ആകാനും സാധിക്കും. കാരണം നിങ്ങൾ എന്തൊക്കെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നോ നിങ്ങൾ വിവാഹം ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നുണ്ടാകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ടായിരിക്കും, ഞാൻ ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോഴാണ് ഞാൻ വിവാഹം ചെയ്യുക. ആ പൊസിഷനിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്യാം. അതിനാണ് പ്രൈമറി ഫോക്കസ് കൊടുക്കേണ്ടത്. ഓക്കെ, ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക. നിങ്ങളുടെ അതുപോലെ ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് ഇൻവോൾവ് ആകാൻ പറയുന്നു, അല്ലെങ്കിൽ അതിലോട്ട് കണക്റ്റഡ് ആവാൻ പറയുന്നു. കാരണം നിങ്ങളുടെ മെസ്കുലിൻ എംപറർ എനർജിയിലാണ്, അല്ലെങ്കിൽ മെസ്കുലിൻ എനർജിയിലാണ് നിങ്ങളുടെ പാർട്ട്ണർ നിൽക്കുന്നത്. നിങ്ങൾ ഡിവൈൻ ഫെമിനിൻ എനർജിയിലാണ് നിൽക്കേണ്ടത്. ഫെമിനിൻ എനർജി എന്ന് പറയുമ്പോൾ ഒരിക്കലും ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പായുന്ന ഒരാളല്ല. ഓക്കെ, എന്തൊക്കെ ആഗ്രഹിക്കുന്നോ അതിന് വേണ്ടുന്ന ആക്ഷൻസ് എടുക്കും ഡെഫിനറ്റ്ലി. പക്ഷേ ഡെസ്പറേറ്റ് ആയിക്കില്ല, അയ്യോ അത് കിട്ടണം, അത് കിട്ടാണ്ട് എനിക്ക് പറ്റില്ല, അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. അവരുടെ ഒരു എംപ്രസിൻ്റെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതെൻ്റെ ജീവിതത്തിലേക്ക് കൃത്യസമയത്ത് വന്ന് ചേർന്ന് കൊള്ളും. ആ ഒരു വിശ്വാസം അവർക്കുണ്ട്. കാരണം അവരത്രയും അലൈൻഡ് ആണ്. മനസ്സിലായോ? അവരെ തന്നെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അവരെ യാതൊരു കാരണവശാലും മറ്റുള്ളവരെ അറിഞ്ഞ് അല്ലെങ്കിൽ മനഃപൂർവ്വം അവരെ വേദനിപ്പിക്കുന്നതിനോ വിഷമിപ്പിക്കുന്നതിനോ അവർ നിന്ന് കൊടുക്കില്ല. അവർക്ക് ഹെൽത്തി ബൗണ്ടറി ഉണ്ട്. എന്നാൽ അതേസമയം അവരുടെ വളരെ ഒരു കെയറിങ്, നേർച്ചറിങ്, സ്വീറ്റ് സൈഡാണുള്ളത്. അത് ആർക്കൊക്കെ ആ സൈഡ് കാണിക്കണം, ആരോടൊക്കെയാണ് ആ സൈഡ്, ആ ഒരു സ്വീറ്റ് കെയറിങ് നേച്ചർ കാണിക്കേണ്ടത്, ആരോടൊക്കെ അത് കാണിക്കാൻ പാടില്ല എന്ന കൃത്യമായ ബോധ്യം അവർക്കുണ്ടായിരിക്കും. അവരുടെ ലൈഫിൽ അവർ ഹെൽത്തി ബൗണ്ടറി എല്ലാം അവരായിട്ട് കീപ്പ് ചെയ്യും. പിന്നെ അവരുടെ ആ ഒരു സെൽഫ് കെയർ ആക്ടിവിറ്റീസിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കും. ഓക്കെ, അങ്ങനെ എന്താ പറയുക, സ്വന്തം ജീവിതത്തിനെ ആ വ്യക്തി എംപ്രസിൻ്റെ ഓൺ കമ്പനിയിലെ ഹാപ്പിയാണ്, വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അവർക്ക് വേറൊരു വ്യക്തി അവരുടെ ജീവിതത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. ആ ഒരു സന്തോഷവും ഒരു ഫുൾഫിൽമെൻറ്റും സംതൃപ്തിയും ഒക്കെ അനുഭവിക്കാൻ. അതേപോലെ ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വന്തം കമ്പനിയിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കണം, നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, കണ്ടൻറ് ആയിരിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട്, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടായിട്ട്, നിങ്ങളുടെ എംപററായിട്ട് നിങ്ങൾ പെർഫെക്റ്റ്ലി അലൈൻഡ് ആവുക. മനസ്സിലായോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു എനർജിയിലേക്ക് ആകാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. പിന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറയുന്നു. പ്രത്യേകിച്ച് കരിയർ വൈസ് നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങളുടെ കരിയർ വൈസ് ഞാൻ ഇന്നൊരു പൊസിഷനിലായിരുന്നിട്ടാണ് എൻ്റെ വിവാഹം നടക്കാവുന്ന പുള്ളിയിലുണ്ടെങ്കിൽ അതിനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിനാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. നിങ്ങൾക്കുള്ള ഉത്തരം ലഭിച്ചു കഴിഞ്ഞു, ഇതാണ് വ്യക്തി. അപ്പോൾ പിന്നെ ഇനി നിങ്ങൾ അവിടെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. പിന്നെ നിങ്ങളുടെ ഏതൊരു ഹാപ്പി മാരേജ് ആണ്, ഒരു സംശയമില്ല.
അപ്പോൾ ആ ഒരു വിഷൻ എപ്പോഴും അതായിരിക്കണം. നിങ്ങളുടെ മാരേജിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴും മാരീഡ് ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ തമാശയ്ക്ക് പോലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല. ഒരു തമാശയാണെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ വളരെ പവർഫുള്ളാണ്. നമ്മൾ പറയുന്ന വാക്കുകൾക്ക് അത് സത്യമാകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വേണം, നമ്മൾ എപ്പോഴും പറയുമ്പോൾ പോസിറ്റീവായിട്ട് പറയാം. അപ്പോൾ ചിലർ പറയും അതൊന്നുമില്ല റിയാലിറ്റി എന്ന് പറയുമ്പോൾ സാരില്ല, എൻ്റെ റിയാലിറ്റി അങ്ങനെയാണ്. അത് നിങ്ങളുടെ റിയാലിറ്റി എങ്ങനെയായിരിക്കില്ല, എൻ്റെ റിയാലിറ്റി അങ്ങനെയാണ്. ഓക്കെ, അവിടെ നമ്മൾ കൃത്യമായിട്ടൊരു ബൗണ്ടറി കീപ്പ് ചെയ്യാണ്. മാത്രമല്ല നമ്മുടെ വിശ്വാസത്തെ നമ്മൾ മുറുകെ പിടിക്കുകയാണ്. അതാണ് വേണ്ടത്. ഓക്കെ, വളരെ പോസിറ്റീവായിട്ടിരിക്കുക, വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ അതിനെ എൻവിഷൻ ചെയ്യണം. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും ഗൈഡൻസ് കൊടുക്കാനുണ്ടോ? യൂണിവേഴ്സ് ഈ ഒരു വ്യക്തിയും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുമായിട്ടുള്ള യൂണിയൻ എങ്ങനെ നടക്കണം, എപ്പോൾ നടക്കണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു പ്ലാൻ യൂണിവേഴ്സിനുണ്ട്. ആ പ്ലാൻ അനുസരിച്ച് യൂണിവേഴ്സ് ആ കാര്യങ്ങൾ നടത്തിയിരിക്കും. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സ് എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിനെ ഒരു യൂണിയനിലേക്ക് കൊണ്ടുവരുന്നത്, അത് ആ രീതിയിൽ നടക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. നിങ്ങൾ ഈ പ്രസന്റ് മൊമെന്റിലായിരിക്കാം. ഓക്കെ, കഴിഞ്ഞ കാലത്തെയും ഇനി വരാൻ പോകുന്ന കാലത്തിലെയും ഫോക്കസ് ചെയ്യാതെ പ്രസന്റ് മൊമെന്റിലായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ അനുഗ്രഹങ്ങളെ ഒക്കെ സ്വീകരിക്കുക. ഓക്കെ, അതിനൊന്നും എതിർക്കാതെയോ അതിൽ നിന്ന് ഓടി ഒളിക്കാതെയോ അതിനെ സ്വീകരിക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ആ വരുന്ന മാറ്റങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായിട്ട് അലൈൻഡ് ആകാൻ ശ്രമിക്കുക. അതായത് നിങ്ങളുടെ എനർജി ഒരു ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസി ആയിട്ട് വെക്കാൻ പറയുന്നു. അപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ പെർഫെക്റ്റ്ലി അലൈൻഡ് ആകുന്നതും അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതും. ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലായിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് പല മാർഗ്ഗങ്ങളുണ്ട്. EFT ടാപ്പിംഗ് ചെയ്യാം, അത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആരോടൊക്കെയാണോ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ചില വ്യക്തികളോട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ സന്തോഷവും മനസ്സ് നിറഞ്ഞൊരു സന്തോഷവും സംതൃപ്തിയും ഒരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാവും, ഇല്ലേ, ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. ആ ആളുകളായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാം. ഓക്കെ, ചില ആളുകളോട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു വല്ലാത്ത സ്ട്രെസ്സ്, ആൻസൈറ്റി, പിന്നെ ആകെ ഒരു നമ്മുടെ മൂഡ് കംപ്ലീറ്റ്ലി താഴോട്ട് പോകും. ആ ആളുകളെ അകറ്റി നിർത്തുക. ഓക്കെ, നിങ്ങളുടെ മനസ്സമാധാനത്തിനും നിങ്ങളുടെ സന്തോഷത്തിനും പ്രാധാന്യം കൊടുക്കുക. ഈ പറഞ്ഞ പോലെ EFT ടാപ്പിംഗ് ആണ് എപ്പോഴും ഏറ്റവും നല്ലത്. സബ് കോൺഷ്യസിലോട്ട് ഇറങ്ങി ചെല്ലുന്നതിനും അത് ആ സബ് കോൺഷ്യസിലുള്ള ബിലീഫ്സിനെ മാറ്റുന്നതിനും EFT ടാപ്പിംഗ് ആണ് നല്ലത്. അത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലാകാനുള്ള EFT ടാപ്പിംഗ് ഏതാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും. ഞാൻ ഇംഗ്ലീഷിലുള്ളതാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്, മലയാളത്തിലുള്ളതുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ ഒരു വ്യൂവറിൻ്റെ നിന്ന്. അപ്പോൾ അത് ചെയ്യാം. ഓക്കെ, അതാണ് ഞാൻ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ ആ ഒരു ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിൽ ഇരിക്കുന്നതിനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് കാലത്ത് ഉറക്കത്തിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, ആ ഒരു മയക്കം വിടുന്ന സമയം. ആ സമയം നമ്മൾ മനസ്സിൽ പറയും ഞാൻ ഇന്ന് സന്തോഷവതിയായിരിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ സന്തോഷവാനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണോ നമ്മൾ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഫീലിംഗ് അത് പറയാം. കാരണം ആ ഒരു ഉറക്കം, ആ മയക്കം വിട്ട് ഉണരുന്ന ആ ഒരു സമയം നമ്മുടെ സബ് കോൺഷ്യസ് വളരെ ആക്റ്റീവാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് ആ ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു സമയം, നമ്മുടെ കോൺഷ്യസിൽ നിന്ന് മാറി നമ്മൾ ആ ഒരു ഉറക്കത്തിലേക്ക് പോകുന്ന ആ ഒരു ടൈം, ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അവിടെ നമ്മുടെ സബ് കോൺഷ്യസ് വളരെ ആക്റ്റീവാണ്. ആ സമയത്ത് പറയുന്ന കാര്യങ്ങൾ നേരെ സബ് കോൺഷ്യസിലേക്ക് ഫീഡ് ചെയ്യാം. നമ്മൾ ആ എണീക്കുന്ന സമയത്ത് ഞാൻ വളരെ സന്തോഷവതിയായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സന്തോഷവാനായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആ ദിവസം മൊത്തം നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് നോക്കുന്നത് നമുക്ക് സന്തോഷം കൊണ്ടുവരുന്ന, നമുക്ക് ഓർമ്മകളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഏതാണ് നമുക്ക് സന്തോഷം കൊണ്ടുവരുന്നത് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനും നമ്മുടെ സബ് കോൺഷ്യസ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താവും, നമ്മുടെ ലൈഫിൽ നമ്മൾ വളരെ ഹാപ്പി ആയിട്ടാണ് ആ ദിവസം പോകുന്നത്. അതുപോലെ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ നമ്മുടെ എനർജി അതനുസരിച്ച് ഫ്രീക്വൻസി ഇങ്ങനെ മുകളിലോട്ടേക്ക് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. മൈഡിയ ഗ്രൂപ്പ് 3 ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകല ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്